89.6 FM Sargakshetra. വെൽക്കം ടു ഇമ്മിണി വലിയൊരാളോൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആരാണ് ഇന്നത്തെ ഗസ്റ്റ് എന്ന് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഞാനിതാ സമർപ്പിക്കുന്നു ഈ വർഷത്തെ സന്തോഷ് ട്രോഫി മത്സരം. നമ്മളൊക്കെ ഒരുപാട് ആവേശത്തെ വാനോളം ഉയർന്ന ഒരു ഫുട്ബോൾ മത്സരം തന്നെയായിരുന്നു. നമ്മുടെ സ്വന്തം കേരള ടീമിന്റെ മിന്നും പ്രകടനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. ആൻഡ് ഫൈനല് നമ്മൾ ഫസ്റ്റ് റണ്ണറപ്പായി മാറി. ആൻഡ് ആ കേരള ടീമിന്റെ ആ ഒരു പ്രകടനങ്ങൾക്കൊക്കെ കപ്പിത്താനായി മാറിയിട്ടുള്ള നമ്മുടെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി ആണ് ഇന്ന് നമ്മുടെ കൂടെ ഇമ്മിണി വെള്ളിരാളുള്ളത്. ചേട്ടാ നമസ്കാരം, വെൽക്കം ടു ദ ഷോ. ഹലോ, ഹായ്. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്തുണ്ട് ചേട്ടാ വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഓ, സുഖം. സുഖമായിട്ട് പോകുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചേട്ടനോട് ചോദിക്കാനായിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ചേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് 3 മണിക്കൂറുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പം അത്രയൊക്കെ ഞാൻ സംസാരിക്കണോ എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, നമുക്കിടയ്ക്ക് പാട്ട് നമ്മുടെ ലിസണേഴ്സിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേട്ടൻ്റെ ഒരുപാട് ഫുട്ബോൾ വിശേഷങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയണം. അപ്പൊ റെഡി അല്ലേ? നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ പരിപാടി? കിക്ക് ഓഫ് അടിച്ച് അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇമ്മിണി വെളിരാളിൽ നമ്മുടെ കൂടെ ഉള്ളത് കേരള ടീം ക്യാപ്റ്റൻ സഞ്ജു ജി. സോ കീപ് ഓൺ ലിസണിംഗ്. ഇനി പാട്ടുകൾക്ക് ശേഷം ചേട്ടന്റെ മറ്റ് വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേട്ടറിയാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു ഇമ്മിണി വെളിരാൾ വിത്ത് മീ RJ ജോ. 89.6 FM Sargakshetra. വെൽക്കം ബാക്ക് ടു ഇമ്മിണി വെള്ളിരാളോൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഇമ്മിണി വെള്ളിരാളിലെ സ്പെഷ്യൽ ഗസ്റ്റ് കേരള ടീം ഫുട്ബോളിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി. ചേട്ടാ, ഈ സന്തോഷ് ട്രോഫിയിൽ നമ്മുടെ സഞ്ജുവിൻ്റെ ആ ഒരു എന്താ പ്രകടനത്തിന് കീഴെ അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴെ അടിപൊളിയായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചവരും അല്ലാതെയും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. സോ എനിക്ക് ഉറപ്പാണ് ചേട്ടന് കുറേ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന ഒരു കോൾസ് ഓർമ്മയോടുകൂടെ തന്നെ ഇമ്മിണി വെള്ളിരാൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഏട്ടാ, അങ്ങനെ ആരാണ് വിളിച്ചത് ചേട്ടനെ? സഞ്ജു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വിളിച്ച ഒരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ ആരായിരിക്കും അത്? അല്ല, കൊറേ പേര് കോൾ ചെയ്തായിരുന്നു. അപ്പൊ കൊറേ പേര് എല്ലാരും സംസാരിച്ച് ടീം നല്ലോണം കളിച്ച് ലാസ്റ്റ് മിനിറ്റിൽ ആ ഗോൾ വന്നതാണ്. എല്ലാരും കൊറേ പേര് പ്രതീക്ഷയുണ്ടായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് കിട്ടും, കപ്പടിക്കണം എന്നുള്ള ഇത്. അപ്പൊ എന്റെ ഒരു ക്യാപ്റ്റൻസി അടിക്കാന്ന് പറയുമ്പോ തന്നെ എന്നെ സ്നേഹിക്കുന്ന കൊറേ പേര് എന്നെ വിളിച്ചിങ്ങനെ സംസാരിച്ചായിരുന്നു. അതിൽ ഇന്നും ഇങ്ങനെ ഓർത്ത് നിൽക്കുന്നത് ഇപ്പം എന്താ നമുക്കൊക്കെ അറിയാം 2012 ശേഷം ഏറ്റവും മികച്ച ടീമാണ് സന്തോഷ് ട്രോഫിക്ക് ഇറങ്ങുന്നത് എന്നും അതും ചേട്ടൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ധാരാളം കൊടുത്തിട്ടുണ്ട്. അപ്പം സഞ്ജു അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നീ ഉണ്ടെങ്കിൽ എനിക്കൊരു വിശ്വാസമാണ് എന്നൊക്കെ ഒരു സ്പെഷ്യൽ കോൾ ഇന്നും ഓർത്ത് നിൽക്കുന്ന ആ ഒരു കോൾ, ആ ഒരു വ്യക്തി ആരായിരിക്കും? ആ ഒരു മൊമെന്റ് ഇങ്ങനെ പോരട്ടെ, ഓർത്തെടുക്കട്ടെ. അങ്ങനെ പ്രത്യേകിച്ചൊരു മൊമെന്റ് പറഞ്ഞിട്ടില്ല. എല്ലാരും വിളിച്ച് സംസാരിച്ച് ആദ്യം തന്നെ വിളിച്ചത് അമ്മയാണ്. ആ കളി കഴിഞ്ഞപ്പോ തന്നെ അമ്മ അങ്ങനെ അമ്മക്ക് ഭയങ്കര ടെൻഷനാണ് കളി കാണുമ്പോഴേക്കായാലും. അപ്പൊ വൈഫ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈഫിനൊക്കെ വിളിച്ച് ചോദിക്കും എന്തായി കളി, എന്തായി. അമ്മ ഭയങ്കര ടെൻഷനുള്ള ആളാ. അപ്പൊ അമ്മക്ക് അങ്ങനെ കളി കാണുമ്പോ പെട്ടെന്ന് അപ്പൊ വിളിച്ച് ചോദിക്കുമായിരുന്നു പറഞ്ഞു വൈഫ്. പിന്നെന്താ എല്ലാരും ഭയങ്കര കളിക്ക് മുമ്പ് കൂടി ആയാലും എല്ലാരും അതുവരെയുള്ള കളിക്ക് വിളിച്ചില്ലെങ്കിൽ ഫൈനലിന്റെ സമയത്ത് ഞാൻ പഠിപ്പിച്ച സാറുമാരായാലും എല്ലാവരും ഓൾ ദ ബെസ്റ്റും കുറെ പേര് വിളിച്ച് സംസാരിച്ച് എല്ലാം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ ഒരുപാട് ആശംസകളും അല്ലേ, കൺഗ്രാറ്റുലേഷൻസ് മെസ്സേജുകളും ഒക്കെ വന്ന് നിറഞ്ഞിരുന്നു. ഓക്കെ, അതിൽ ചേട്ടൻ ഇന്നും മനസ്സിലേക്ക് പെട്ടെന്നൊന്ന് ഓർക്കുന്നത് അമ്മയുടെ ആ ഒരു അന്വേഷണം എന്തായി എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ മാത്രമല്ല, കുറച്ച് പേരും കൂടെ ഇവിടെ ചോദ്യം ചോദിക്കാനായിട്ട് റെഡിയാണ്. അപ്പൊ അവരുടെ ചോദ്യത്തിലേക്ക് കടന്നാലോ പാട്ടുകൾക്ക് ശേഷം? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമ്മുടെ സ്വന്തം ടീം ക്യാപ്റ്റൻ സഞ്ജു ചേട്ടനോട് ആരാണ് ചോദിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതുവരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളിരാളാണ്. കൂടെയുള്ളത് ജോ ആണ്. യെസ്, നമ്മൾ മിന്നും പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി ആണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ദ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് നമുക്ക് പറയാമല്ലോ, നമ്മുടെ കേരളത്തിന്റെ ബെസ്റ്റ് ഡിഫൻഡർ ആയിട്ടുള്ള സഞ്ജു ജി. സഞ്ജു ചേട്ടാ,
ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ മാത്രമല്ല കുറച്ചു പേരും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകും. യെസ്, ആ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് മാസ്റ്റർ ക്ലാസ് എന്നുള്ളത്. മാസ്റ്റർ ക്ലാസ്. ഹായ് സഞ്ജു, ഞാൻ ബിബി തോമസ്, സന്തോഷ് ട്രോഫി ടീമിന്റെ ഹെഡ് കോച്ച്. എനിക്ക് സഞ്ജുവിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, 78ാമത് സന്തോഷ് ട്രോഫി സഞ്ജുവിന്റെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയിൽ ടീം വളരെയധികം നന്നായി കളിച്ചു. സഞ്ജുവിനെ എങ്ങനെയാണ് ഈ സന്തോഷ് ട്രോഫിനെ നോക്കി കാണുന്നത്? എന്തായിരുന്നു സഞ്ജുവിന് ഈ സന്തോഷ് ട്രോഫിയുടെ ഒരു പ്രത്യേകത കണ്ടത്? അതിനെ കുറിച്ചാണ് എനിക്ക് അറിയാൻ താല്പര്യം. ഓക്കെ, കോച്ചിന്റെ ഇത് പറയാം. ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ക്യാപ്റ്റൻ ആയപ്പോ തന്നെ കോച്ച് പറഞ്ഞു നമുക്ക് ഇത് ഉഷാറാക്കണം, ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടാവും, നിനക്ക് എന്ത് ബുദ്ധിമുട്ടോ ടീമിന് എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആളെ കൊണ്ട് ചെയ്യാവുന്ന ഇത്ര രീതിയിൽ പുള്ളി എല്ലാ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോ നമുക്കൊരു ഇപ്പൊ കോച്ച് ചോദിച്ച ഇതില് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ക്യാപ്റ്റൻസിയിലേക്ക് വരുമ്പോ നമുക്ക് ടീമിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കണം. അതിന് നമുക്ക് ടീമിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇപ്പൊ പ്ലേയേഴ്സിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും കോച്ചുമാരുടെ രീതിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിലാണെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ മനുഷ്യനാണല്ലോ, തെറ്റുകൾ സംഭവിക്കുക. പിന്നെ നമ്മളൊരു ക്യാപ്റ്റൻസിയിൽ ഒരു ടീമിനാവുമ്പോ നമുക്കതൊരു ഇമ്പോർട്ടന്റ് റോളാണ് നമ്മുടെ. അപ്പോ ഈ പ്രാവശ്യമാണെങ്കിൽ കുറെ യങ്സ്റ്റേഴ്സ് ആണ്, കുറെ പേര് സന്തോഷ് ട്രോഫി കളിക്കാത്ത കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഏജ് എല്ലാം കുറവുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറച്ച് ടഫുള്ള കാര്യമാണ്. ടാസ്ക് എന്ന് പറയാനല്ല, പക്ഷെ അവരെല്ലാരും നമ്മൾ പറയണത് അതേപോലെ തന്നെ കേട്ട് മാക്സിമം നമ്മുടെ കൂടെ തന്നെ എല്ലാ കാര്യത്തിലും നിന്നിട്ടുണ്ട്. ഇപ്പൊ സംഭവം ഒരു പ്രാവശ്യം പറയേണ്ടത് 2 പ്രാവശ്യം പറയണമെന്നുള്ളൂ, പക്ഷെ അവര് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ടീം എന്റെ ഒരു കാഴ്ചപ്പാടില് നമ്മള് ട്രോഫി വിൻ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സന്തോഷ് ട്രോഫി ടീം കളിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് പേര് അങ്ങനെ അധികം ഇൻസ്റ്റഗ്രാമിലായാലും ഇതിലായാലും അധികം കമന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം മോശമായിട്ടുള്ള രീതിയിലാണ്. പക്ഷെ ഈ പ്രാവശ്യം ഫൈനലിൽ തോറ്റിട്ടും ഒട്ടുമിക്കവരും നല്ല 90% പേരും ടീമിന് നല്ല പ്രകടനം ഓർന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരുന്നു കമന്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതൊക്കെ തന്നെ ഒരു വലിയൊരു വിജയമായിട്ട് സന്തോഷം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും സാറിനോട് ഇനിയിപ്പോ കാണുമ്പോ പറയണം, സാറേ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഇത് എപ്പോഴെങ്കിലും നേരിട്ട് ചോദിച്ചിട്ടുണ്ടോ ബിബി സാറ്? ഇല്ലില്ല, ആള് അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. കാണുമ്പോ തന്നെ സംസാരിക്കും. അങ്ങനെ ഞാനിപ്പോ അധികം അങ്ങനെ കോച്ചുമാരായിട്ടായാലും ആരായിട്ടായാലും അധികം അങ്ങനെ സംസാരിക്കാറില്ല, അധികം അങ്ങനെ ടച്ചിനായിട്ട് അങ്ങനെ പോവാറില്ല. പക്ഷെ ആള് എപ്പോ കണ്ടാലും സഞ്ജു ഉഷാറല്ലേ, പിള്ളേരൊക്കെ ഉഷാറല്ലേ, നമുക്ക് അടിക്കണം എന്നുള്ള രീതിയിലാണ് എപ്പോഴും സംസാരിക്കാറ്. ഓക്കെ, അപ്പൊ എന്തായാലും ബിബി സാറ് ചോദിച്ചു. ഇനിയും നമ്മുടെ കൂട്ടത്തില് മാസ്റ്റേഴ്സ് ഇനിയും ഉണ്ട് കേട്ടോ, ഇനി ഒരു 2 പേരുണ്ട്. സോ യെസ്, അത് നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സർപ്രൈസ് പോലെ ഇടയ്ക്കിടയ്ക്ക് ആ ലഡു പൊട്ടിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പാട്ടുകളാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം ഇമ്മിണി ബെല്ലരാളിൽ നമ്മുടെ സ്വന്തം കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജിയുടെ വിശേഷങ്ങൾ. 89.6 കാതോരം കരുതലായി കാലത്തിനൊപ്പം സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. ഇമ്മിണി ബെല്ലരാളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇമ്മിണി ബെല്ലരാളിൽ കാലത്തിനൊപ്പം നമ്മുടെ കാലുകൾ ചലിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം സന്തോഷ് ട്രോഫിയുടെ മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ചതാണ്. നമ്മുടെ കേരള ടീമിന്റെ പ്രകടനങ്ങൾ കണ്ടതാണ്. ആൻഡ് യെസ്, പറഞ്ഞു വരുന്നത് നമ്മുടെ കേരള ടീമിന്റെ ക്യാപ്റ്റനായ സഞ്ജു ജി നമ്മുടെ കൂടെ ഇന്ന് ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേ പോവാണ്. എനിക്ക് തോന്നുന്നു സഞ്ജു ചേട്ടന്റെ ആ ഒരു ആവേശം സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു പമ്മി സംസാരിക്കുന്ന, അല്ലെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? ഞാൻ കമ്പനി ആവുന്നവരുടെ അടുത്ത് മാത്രം അടിപൊളിയായിട്ട് സംസാരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇങ്ങനെ അല്ലാത്തെങ്കിൽ നമ്മൾ കുറച്ച് അല്ലേ? അതെ. അല്ല, നമ്മള് നേരിട്ട് അധികം പരിചയമോ അങ്ങനൊന്നും ഇല്ലല്ലോ, അപ്പൊ ഇങ്ങനെ അത്ര ഇതായിട്ട് സംസാരിക്കില്ല. പിന്നെ പരിചയമൊക്കെ പെട്ടതിന് പിന്നെ ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത സന്തോഷ് ട്രോഫിയുടെ സമയത്ത് ഞാൻ വിളിക്കാം. അപ്പൊ നമുക്ക് 1 വർഷത്തിലെ പരിചയം ഉണ്ടെന്ന് നമുക്ക് പറയാലോ അല്ലേ? ആയിക്കോട്ടെ, അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?
ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ആ ഒരു എന്താ ക്യാപ്റ്റൻസി, നമ്മുടെ ബിബി തോമസ് സാറിന്റെ ആ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്വസ്റ്റിന് നമ്മൾ ആൻസർ ഒക്കെ കേട്ടു. ആൻഡ് ഇനി ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഈ സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞത്. ആൻഡ് ഈ സൂപ്പർ ലീഗ് കേരള എത്രമാത്രം നമ്മുടെ കേരള ടീമിനെ അല്ലെങ്കിൽ ടീം ഫോം ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട് ചേട്ടാ? തീർച്ചയായിട്ടും KSL എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര അവരുടെ എന്താ പറയാ പ്രൊഫഷണൽ ഫുട്ബോളില് നല്ലൊരു തുടക്കമാണ് ഇപ്പൊ ഈ KSL എന്ന് പറഞ്ഞ ടൂർണമെന്റ് തുടങ്ങിയ. പിന്നെ കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം KSL പ്ലേയേഴ്സ്. അതേപോലെ തന്നെ ടീം അത്രയും ഫങ്ഷൻ ആയിട്ടുള്ള ഒരു ടീം ആക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കുറെ പേര് 10ഓളം പേര് KSL കളിച്ച പ്ലേയേഴ്സ് ആണ്. അപ്പോ അതുകൊണ്ടാണ് ചെറിയൊരു ഷോർട്ട് പീരീഡ് കൂടെ ആയാലും ടീം അത്രത്തോളം സെറ്റ് ആയാൻ സാധിച്ചത്. പിന്നെ ബിബി കോച്ചിന്റെ ടീമിലുള്ള പ്ലേയേഴ്സുകളായിരുന്നു കൂടുതലുണ്ടായത്. അപ്പോ അതുകൊണ്ട് ടീമിന് അത്ര കോമ്പിനേഷന്റെ കാര്യത്തില് കുറച്ച് സമയം കിട്ടിയുള്ളൂങ്കിലും അത് നല്ലപോലെ ഇതാക്കാൻ പറ്റി. പിന്നെ കോച്ചിന് ആ പ്ലേയേഴ്സിനെ കുറിച്ച് നല്ല ധാരണയായിരുന്നു. ഇപ്പൊ KSL ഉള്ളതുകൊണ്ട് ആ ടീമിന്റെ ഇതായതുകൊണ്ട് ആൾക്ക് ചേഞ്ചസും കാര്യങ്ങളും ആയാലും ഏത് പൊസിഷനിലേക്കും പ്ലേയേഴ്സിനെ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഈ KSL എന്ന് പറഞ്ഞ ഒരു ടൂർണമെന്റിലെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കൊരു ആ ഒരു ടീം ഫോം ചെയ്യാനല്ലേ, വളരെ കുറച്ച് സമയം കൊണ്ട് ഒരു ടീം ഫോം ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓൾറെഡി ആ പ്ലേയേഴ്സ് KSL കളിക്കുന്നതുകൊണ്ട് അവരെല്ലാം എന്തായാലും മാച്ച് ഫിറ്റ്നസും കാര്യങ്ങളും എല്ലാം അവരുടെ ഉണ്ടായിരുന്നു. അപ്പോ ഒരു ക്യാമ്പ് നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു സമയം വരുന്നതാണ് ഈ കുറച്ച് ലോങ് പീരീഡിലേക്ക് ക്യാമ്പ് ആക്കണത്. ഇതിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടായില്ല. ഇപ്പോ അവര് ഓൾറെഡി ഒരു പ്രൊഫഷണൽ ടീമിൽ കളിക്കുമ്പോ അവര് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടേ നിൽക്കണ്ടാവുള്ളൂ. അതുകൊണ്ട് അതൊക്കെ നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഈ ഇർഷാദിനെ പോലുള്ള യങ് പ്ലേയേഴ്സിനെ കിട്ടി. അവന് 17 വയസ്സുള്ളൂ. 17 വയസ്സിൽ സന്തോഷ് ട്രോഫി കളിക്കാന്ന് പറഞ്ഞാൽ അതാ ഈ പ്രാവശ്യത്തെ KSL അവൻ നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. KSL കൊണ്ട് കുറെ പ്ലേയേഴ്സ് കേരള ഫുട്ബോളിൽ തന്നെ കുറെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. ഞാനിത് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഇപ്പം ഒരുപാട് പേരുണ്ട് ഈ ഒരു ഫുട്ബോളിലേക്ക് അവരുടെ കരിയർ, അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതൊരു കരിയറാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവരോട് എന്താണ് പറയാനായിട്ടുള്ളത് എന്ന് ചോദിക്കണമെന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ചോദ്യം നമുക്ക് പാട്ടുകൾക്ക് ശേഷം ഉത്തരം പറയാം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഈ അടുത്ത ഫ്യൂച്ചർ ഫുട്ബോൾ പ്ലെയേഴ്സ് എന്തൊക്കെ വഴികളിലൂടെയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള ടീം ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു ജിയിൽ നിന്ന് കേട്ടറിയാം. ഇമ്മണി വെള്ളരാളിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളരാളാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റൻ, നമ്മുടെ കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജു ജി ആണ്. സഞ്ജു ചേട്ടാ, നമ്മളിങ്ങനെ കേരള സൂപ്പർ ലീഗിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് അവസാനിച്ചത് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലെയേഴ്സ് ഉണ്ടല്ലോ. ഒരുപാട് പേര് ISL ഫോളോ ചെയ്യുന്ന, സന്തോഷ് ട്രോഫി ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു കാൽപന്ത് കളിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട്. അപ്പോൾ അവർ ജനിച്ചു വീഴുന്നത് ഈ ഒരു പന്ത് തട്ടിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം തന്നെ അവരെ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കാൽപന്ത് കളി ഒരു കരിയറാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ അവരോട് എന്താണ് പറയാനായിട്ടുള്ളത്? എന്താണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ ഒരു എന്തൊക്കെ മാച്ചസ് ആണ് അവർ പങ്കെടുക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴേ? മെയിനായിട്ട് അവരുടെ ബേസിക്കാണ് ആദ്യം നോക്കേണ്ടത്. ബേസിക് നമുക്കൊന്നും അത് പറഞ്ഞുതരാനും നമുക്ക് ആ ഒരു ഇതിലേക്ക് എത്താനും ഉള്ള കോച്ചുമാരോ ആദ്യം നമുക്കൊന്നും ഉണ്ടായില്ല. ഇപ്പൊ എന്ന് പറയുമ്പോ കുറെ ഗ്രാസ് റൂട്ട് ലെവൽ അക്കാഡമികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള അക്കാഡമികൾ തിരഞ്ഞെടുക്കുക. അവരുടെ ഗ്രാസ് റൂട്ട് ആക്കി റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് പ്ലേയേഴ്സിന്റെ ആ ഒരു കേപ്പബിലിറ്റി മനസ്സിലാവും. അവരെത്രത്തോളം കളിക്കാൻ പറ്റും, എന്താണ് അവരുടെ ഇത്. അതേപോലെ തന്നെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുക. അല്ലാണ്ട് നമ്മള് ഇപ്പോ നല്ലോണം കളിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക, നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങളും അതേപോലെ ക്ലബുകളും കണ്ടെത്തി അതിൽ ജോയിൻ ചെയ്യുക. പിന്നെന്താ, നല്ല ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് അതൊക്കെ തന്നെ. ഞാൻ പ്രൊഫഷണൽ ലെവലില് കുറച്ച് നാളാണ് കളിച്ചിട്ടുള്ളൂ. ഞാൻ ഗോകുലത്തിലുള്ള സമയത്ത് കുറച്ച് നാളെ കളിച്ചിട്ടുള്ളൂ.
ഇപ്പൊ അതിനും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇപ്പോ പ്രൊഫഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഇപ്പോ ചെറിയ പിള്ളേർക്ക് വരെ അറിയാൻ പറ്റും പ്രൊഫഷണൽ ഫുട്ബോളിൽ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എന്തൊക്കെയാണ്. അവിടെ മെയിൻ ആയിട്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ കോമ്പറ്റീഷൻ ആണ്. അപ്പോ നമ്മള് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ മിസ്റ്റേക്സുകൾ കുറച്ച് നമ്മൾ പെർഫോം ചെയ്യണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഫീൽഡിൽ നിൽക്കാൻ പറ്റും. ഇപ്പോ ക്ലബില് വരുമ്പോ മെയിൻ ആയിട്ട് കോമ്പറ്റീഷൻ ആയിരിക്കുള്ളൂ. ഇപ്പൊ ഒരു പൊസിഷൻ കളിക്കുന്ന ആള് മറ്റൊരു പൊസിഷനിലേക്ക് ഇപ്പൊ ഒരു കോച്ചിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ അവന്റെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ 11 കളിക്കാൻ പറ്റുള്ളൂ. എന്നാലാണ് 11 കളിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള സാലറി ബേസ്ഡ് ആയാലും എല്ലാ കാര്യങ്ങളും കൂടുള്ളൂ. പെർഫോമൻസ് ആണ് മെയിൻ. പെർഫോമൻസ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. പ്രൊഫഷണൽ ഫുട്ബോൾ അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഈ കുട്ടികളുടെ പേരൻസിനോട് എന്താ പറയാനായിട്ടുള്ളത്? കാരണം ഇപ്പം അവരാണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട് ഇങ്ങനെ ഒരാളെ, അവൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാന്തായിട്ട് ഇങ്ങനെ നടക്കുന്ന ടീമാണ്. അപ്പം ആൾക്ക് ഫുട്ബോൾ പ്ലെയർ ആവണം, ഇങ്ങനെ അതാണ് അവൻ്റെ കരിയർ ആവണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരുപാട് പേരുണ്ട്, ഇപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മൾ കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം അവരുടെയൊക്കെ പേരൻസിനോട് എന്താണ് പറയാനായിട്ടുള്ളത്? എത്രമാത്രം സെക്യൂർഡാണ് ഇങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ? ഇതില് രണ്ടു വശമുണ്ട്. കുറെ പേർക്ക് ഈ കളി കണ്ടിട്ട് എന്താ പറയാ അതിനോട് ഇതായിട്ട് പ്ലെയർ ആവണം എന്നുള്ള ഇതുണ്ടാവും. അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അതിനുള്ള ടാലന്റും അതിനുള്ള എബിലിറ്റിയും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് നമുക്ക് ആ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോ പാരന്റ്സ് അത് നല്ലപോലെ മനസ്സിലാക്കുക. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ കൂടി ആയാലും ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ നോക്കുക. നല്ലൊരു അക്കാഡമി നോക്കിയിട്ട് അതിൻ്റെ അകത്ത് പ്രിഫർ ചെയ്യുക. അതില് അവൻ എത്രത്തോളം പെർഫോം ആക്കണ്ടോ ആ കാര്യങ്ങൾ നോക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. ഇഞ്ചുറി പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതൊരു ഞാൻ പറയാലോ എത്രത്തോളം നമ്മള് കളിക്കുന്നോ അതിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ വാല്യൂ ഉള്ളൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ സാധനം അതിനനുസരിച്ചേ ഉള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടീമില് സെലക്ഷൻ കിട്ടി കൂടി ആയാലും മെയിൻ ലെവലിൽ കളിച്ചില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു പ്ലെയർ ആണ്, എപ്പോ വേണേലും ഇഞ്ചുറി കാര്യങ്ങൾ വരാം. അതിൻ്റെതായിട്ടുള്ള വശങ്ങളും ഉണ്ട്. ഇതിന് നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. നമ്മള് എപ്പോഴും ഒരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ നല്ല വശങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അപ്പൊ നമ്മൾ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനു വേണ്ടി കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് ദൈവം തരുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അതുപോലെയാണ് ഇതുവരെ ഞാൻ ഇത്ര നാള് അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. അതെനിക്ക് നല്ലപോലെ തന്നെ പോയിട്ടുള്ളൂ. അടിപൊളി അടിപൊളി. ഓരോരുത്തർക്കും ഓരോ വ്യൂ ഓഫ് പോയിന്റ് ആയിരിക്കും. എന്റെ വ്യൂ ഓഫ് പോയിന്റ് അതാണ്. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ എത്രത്തോളം അതിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കണോ അത്രത്തോളം നമുക്ക് ആ ഫീൽഡില് റിസൾട്ട് കിട്ടും. അതെ അതെ, ആ ഫീൽഡിൽ നമുക്ക് അത്രത്തോളം എഫേർട്ട് ഇടാനും അതിന് എഫേർട്ട് ഇടാനും നമുക്കൊരു ബലവും കിട്ടും. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും ഇൻ ഫ്യൂച്ചർ ഉള്ള അല്ലെങ്കിൽ ആ ഒരു പ്ലെയർ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളോടും അവരുടെ പാരൻസിനോടുമുള്ള ഒരു എന്താ പറയുക, ഒരു ജേതാവിൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. യെസ്, നമ്മുടെ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജു ജിയാണ് നമ്മളോട് കൂടെ ഇന്ന് ഇമ്മിണി ബെല്ലിരാളിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. കാൽപന്തിനെ പ്രേമിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ. യെസ്, അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരള ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു ജിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം ഈ ഒരു ഫുട്ബോൾ ലവേഴ്സിനൊക്കെ ഒരു ആവേശപരമായിട്ടുള്ള ഒരു ഇമ്മിണി ബെല്ലിരാൾ തന്നെയായിരിക്കും ഈ ഒരു മണിക്കൂറുകൾ എന്ന് പറയുന്നത്. കാരണം ഫുട്ബോളിൻ്റെ വിശേഷങ്ങൾ, ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടറിയുന്നത്. അപ്പോൾ എന്തായാലും യെസ്, ടീം ക്യാപ്റ്റൻ സഞ്ജു ചേട്ടാ, നമ്മളിങ്ങനെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുമ്പേ നമ്മുടെ മുന്നോട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ചേട്ടൻ്റെ ആശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. ഒന്ന് അതിനകത്ത് ഇഞ്ചുറിയൊക്കെ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, സഞ്ജു ജി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സഞ്ജു ഗണേശൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ബെസ്റ്റ് ഡിഫൻഡറാണ്, അല്ലെങ്കിൽ ഒരു ഡിഫൻഡർ പ്ലെയർ ഐക്കൺ തന്നെയാണ്. അപ്പോൾ
ഈ ഒരു ഡിഫൻഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയെങ്കിലും നമ്മൾ അതിനെ തടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മുടെ ശരീരം പോലും നമ്മൾ മറന്ന് പ്രവർത്തിക്കുന്ന ഒരു മൊമെൻ്റാണ് ആ ഒരു സമയത്ത്. അപ്പം ആദ്യമൊക്കെ അല്ലെങ്കിൽ പിന്നീടൊക്കെ ഒരു പേടി തോന്നിയിട്ടുണ്ടോ ഈ ഒരു മൊമെൻറ്റിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഡിഫെൻഡിങ് മെത്തേഡ്സ് നമ്മുടെ ശരീരത്തിന് മുറിവേൽപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പം നമ്മൾ പോലും അറിയത്തില്ല അത്. അപ്പം ആ ഒരു ഇതൊന്ന് പറയാവോ, ആ ഒരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ആദ്യം? പേടി ആദ്യ കാലഘട്ടത്തില് കളിക്കണ സമയത്താണ് പേടി എന്ന് പറഞ്ഞൊരു ഇതുണ്ടായുള്ളൂ. എങ്ങനെ കളിക്കാൻ പറ്റും, എങ്ങനെ ഇതാക്കാൻ പറ്റും, നമുക്ക് അതിനോട് ആ ഒരു സമയത്ത് മാത്രമാണ് പേടിയുണ്ടായിരുന്നു. പിന്നെ കളി ആ മാച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് പേടി ഉണ്ടെങ്കിൽ നമുക്ക് പകുതി കളി പോവുകയാണ്. പേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പകുതി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂല. ഇത് മിസ്സാവോ എന്ന് ഓർത്ത് കളിച്ചു കഴിഞ്ഞാൽ അത് മിസ് തന്നെ ആവും. അപ്പോ മെയിനായിട്ട് ആദ്യ കാലഘട്ടത്തിനടുത്ത് പേടി ഉണ്ടായിരുന്നു. പിന്നെ കളിച്ച് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയി കഴിയുമ്പോ പിന്നെ പേടി എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടാവില്ല. എനിക്കിപ്പോ ഏത് മാച്ച് കളിച്ചാലും അങ്ങനെ മാച്ച് ഫിയറോ കാര്യങ്ങളോ അങ്ങനെ വരാറില്ല. ഞാനേ ഇപ്പം ഇങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഞാൻ ഇപ്പം ഇങ്ങനെ ഓർക്കുന്നുണ്ട്, ISL അമേയ് റണാവ്ഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ, പുള്ളിക്കാരൻ ഇങ്ങനെ ISL മാച്ചിൽ ഒരു അദ്ദേഹം ഒരു ഡിഫൻഡർ ആയിരുന്നു. അതെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫുട്ബോൾ പ്ലെയറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ ഒരു ഡിഫെൻഡിങ് മെത്തേഡ്സിൽ ഒരു കൺകഷൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ബോധം പോയി ഒരു വിറയ്ക്കുന്ന ഒരു അവസ്ഥയൊക്കെ കണ്ടു നിന്ന ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ചേട്ടൻ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ ഓർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ഞാൻ എങ്ങനെ കടന്നുപോയി എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഫെൻഡിങ് അല്ലെങ്കിൽ സ്വന്തം ശരീരം മറന്ന് ആ ഒരു കളിയിലേക്ക് പോയ ഒരു മൊമെന്റ് വല്ലതും ഓർമ്മയിലുണ്ടോ? സ്വന്തം ശരീരം അങ്ങനെ ഒരു മൊമെന്റ് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്നിടത്ത് നിന്നിട്ടല്ലേ. നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ എത്ര വലിയ കാര്യമായാലും നമ്മളത് സാക്രിഫൈസ് ചെയ്യും. അങ്ങനെയുള്ള മനസ്സിന് ഇതുള്ള ആൾക്കാരാണ് നമ്മള്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു ഫിയറോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇപ്പൊ കളിച്ചോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ആയി പോവോ, എന്തെങ്കിലും പറ്റുമോ, അങ്ങനെ അത് ചെയ്ത് അങ്ങനെ ആവോ, അങ്ങനൊന്നും ഇതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ആയിക്കഴിഞ്ഞാൽ അതാകുമ്പോ അതേപോലെ എന്തായാലും ചെയ്യാം. ബാക്കി പിന്നെ നോക്കാം, ആദ്യം കളി, അതാണ് മുഖ്യം. അത്രേ ഉള്ളൂ. നമുക്ക് ആദ്യം ടീമിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ബാക്കി നമുക്ക് വന്നോടത്ത് വെച്ച് കാണാം. എത്രമാത്രം ഡെഡിക്കേറ്റ് ചെയ്യാവോ അത്രയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബാക്കി എന്ത് നമ്മൾ പിന്നീടായിരിക്കും, അല്ലേ? അതെ. നമുക്ക് ആകെ ഒരു 90 മിനിറ്റ് ഉള്ളു ടീമിന് വേണ്ടിട്ട് ആ ഗ്രൗണ്ടിൽ ചെയ്യാൻ പറ്റും. അതെന്താ വെച്ചാൽ ചെയ്യാം. മാക്സിമം നമ്മുടെ ടീമിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. സൂപ്പർ. അപ്പൊ എന്തായാലും ആ ഒരു ആവേശം അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ അമ്പരന്ന് നിന്ന കുറെ കാഴ്ചകളുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ചോദിച്ചറിയണം, ആ വിശേഷങ്ങളൊക്കെ കേട്ടറിയണം ഇമ്മിണി വെള്ളിരാളിലൂടെ. യെസ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജു ജി ആണ്. പാട്ടുകൾക്ക് ശേഷം ബാക്കി വിശേഷങ്ങൾ. കൂടെയുള്ളത് ജോ ആണ്. വെൽക്കം ബാക്ക് ടു ഇമ്മിണി വെള്ളരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഇമ്മിണി വെള്ളരാളിൽ നമ്മുടെ കൂടെയുള്ളത് ഇത്തവണത്തെ സന്തോഷ് ട്രോഫി റണ്ണേഴ്സപ്പ് ആയ നമ്മുടെ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി. ചേട്ടാ, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ചോദ്യം ചോദിക്കാനായിട്ട് ഞാൻ മാത്രമല്ല കുറച്ചു പേരും കൂടെ ഇങ്ങനെ ഇടയ്ക്ക് വന്നു പോകും. യെസ്, ആ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് ആണ് മാസ്റ്റർ ക്ലാസ് എന്നുള്ളത്. മാസ്റ്റർ ക്ലാസ് അടുത്തത് ആരാണെന്ന് എന്തെങ്കിലും ഊഹാപോഹങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, എന്തും നേരിടാൻ തയ്യാറായുള്ള വ്യക്തിയാണ്. അപ്പൊ എന്തായാലും യെസ്, നമ്മുടെ സഞ്ജു ചേട്ടനുള്ള നെക്സ്റ്റ് ഓഡിയോ ദാ. നമസ്കാരം, ഞാൻ ജോ പോളഞ്ചേരിയാണ്. സഞ്ജു, അതായത് 2025 തുടങ്ങി 2025 എന്താണ് പുതിയ പ്ലാനുകൾ? ഈ വർഷം സന്തോഷ് ട്രോഫി നേടിയെടുക്കുകയാണോ അതോ വേറെ വല്ല പ്ലാനുകളും, അതായത് ഫുട്ബോളിൽ തന്നെ നല്ലൊരു രീതിയിൽ എത്തുകയാണോ? എന്താണ് സഞ്ജുവിന്റെ പ്ലാൻ ഒരു കേരള ടീമിന്റെ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക്? അപ്പോ കാര്യങ്ങൾ തുറന്നു പറയൂ സഞ്ജു. എല്ലാവിധ ആശംസകളും. ഓക്കെ, ഇറ്റ്സ് നൺ അതർ ദാൻ ജോ പോളഞ്ചേരി, നമ്മുടെ ഇന്ത്യൻ പ്ലെയർ, കമന്റേറ്റർ. എന്താണ് ചേട്ടനോട് പറയാനായിട്ടുള്ളത്? ആള് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ KSLന്റെ സമയത്ത് ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളായിട്ട് എനിക്ക് അത്ര പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. അന്നൊരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആളുടെ ഫോഴ്സ കൊച്ചി ടീമിൽ കളിക്കാൻ അവസരമുണ്ട്, നിനക്ക് എന്താണ് വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കും പ്രൊഫഷണൽ കളിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ പോലീസിലാണല്ല.
ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള വിടാനായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയണത്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം KSL കളിക്കാൻ പോകാൻ പറ്റില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് KSL പോലുള്ളൊരു പ്ലാറ്റ്ഫോമിൽ കളിക്കാൻ പറ്റാന്നുള്ളത്. ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ടാണ് വിടാത്തത് നമുക്ക് കറക്റ്റ് അറിയില്ല. നമ്മള് കുറെ ഇതിനു വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുകയും കുറെ പേപ്പർ കാര്യങ്ങളൊക്കെ ചെയ്യുകയും എല്ലാം ചെയ്തായിരുന്നു. പക്ഷെ നമുക്കതിന് പോകാനായിട്ട് സാധിച്ചില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ വേറൊരു പ്ലാനിങ് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പോലീസിൽ ജോലിക്ക് കയറിയോണ്ട് പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോ ഞാനിപ്പോ കൂടി ആയാലും ഞാൻ 2000 വിൻ ചെയ്ത വർഷം തൊട്ട് എനിക്ക് ഓരോ ക്ലബില് ഓഫറുകൾ കാര്യങ്ങളെല്ലാം വന്നതാണ്. പക്ഷെ നമുക്കതില് പങ്കെടുക്കാനായിട്ട് ലീവോ കാര്യങ്ങളോ അതിനുള്ള പെർമിഷനോ ഒന്നും നമുക്ക് കിട്ടല്ല മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ നമ്മള് ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ല. അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഈ പ്രാവശ്യം ഈ സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻസി ആയതോടുകൂടി ഞാൻ പിന്നെ ഇനി സന്തോഷ് ട്രോഫി കളിക്കണ്ടെന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. നമുക്ക് വേറെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിന് വേറൊരു ഓപ്ഷൻ ഇല്ല കളിക്കാനായിട്ട്. സംഭവം ജോലി കിട്ടി എന്നുള്ള സംഭവം സത്യം തന്നെ. പക്ഷെ ജോലി കിട്ടിയോടുകൂടി നമുക്ക് കളിയിൽ പിന്നെ അതിനൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല. ഞങ്ങളിപ്പോ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ KPL-ഉം ഈ നമ്മുടെ എന്താ പറയാ കേരള പ്രീമിയർ ലീഗും പോലീസ് മീറ്റും പിന്നെ നമുക്ക് കിട്ടുന്ന ഓപ്പൺ ടൂർണമെന്റുകൾ മാത്രമാണ്. നമ്മള് അതിനും ഉയർന്ന തലത്തിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഓപ്ഷനുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് അത് തുറന്നു തന്നെ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എത്തുന്ന ജോലി കാര്യങ്ങളുള്ളതുകൊണ്ട് ജോലി കാര്യങ്ങൾ വീട്ടില് പ്രശ്നങ്ങളും ജോലി നമുക്ക് നിർത്തി പോകാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് ഞാൻ പോവാത്തത്. ഇല്ലെങ്കിൽ ഞാൻ മണ്ടേ പോയേനെ. ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോള് കളി കൊണ്ട് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗ്യമുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം നമ്മളത് കളഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ്. നമ്മള് ഇതിൽ തന്നെ നിന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഓപ്ഷനുകൾ ഉണ്ടാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇപ്പൊ കേരളത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ISL-ഉം I-ലീഗും ഒക്കെ കളിക്കാൻ ക്വാളിറ്റി ഉള്ള കുറെ പ്ലേയേഴ്സുകളുണ്ട്. അവർക്ക് ആർക്കും പോകാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് ജോലി കിട്ടി എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് അവർക്ക് പോകാൻ പറ്റാത്തത്. വേറെ എല്ലാ സ്റ്റേറ്റിലെ പ്ലേയേഴ്സിന് അവരുടെ ഡിപ്പാർട്ട്മെന്റ് കളിക്കാനും എല്ലാത്തിനും വിടുന്നുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് വിടലാന്ന് എനിക്കറിയില്ല. അതിനെന്തെങ്കിലും ഒരു മാറ്റം ഇൻ ഫ്യൂച്ചറിൽ വരുമായിരിക്കുമോ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ വന്നാൽ കൂടി ആയാലാണ് ഇനി കേരളത്തില് ഇപ്പോ ആദ്യം കേരള പോലീസിലെ കുറെ പ്ലേയേഴ്സ് ഇന്ത്യ കളിക്കുകയും എല്ലാം കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തുകൊണ്ട് കേരള പോലീസിലെ പ്ലേയേഴ്സ് ആരും ഇന്ത്യ കളിക്കല്ല? എന്തുകൊണ്ട് കളിക്കല്ല? അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരാനായിട്ടുള്ള ഓപ്ഷനുകളില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ ISL-ഉം I-ലീഗും പോലുള്ള ക്ലബ് മാച്ചുകളിൽ നിന്നാണ് മെയിനായിട്ട് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കാര്യങ്ങളുള്ളൂ. നമ്മളെ പോലുള്ള പ്ലേയേഴ്സ് അത് കളിക്കാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ എങ്ങനെ ഇന്ത്യൻ ടീമിലേക്കും ഇതിലേക്കും പ്ലേയേഴ്സ് വരും? സത്യം പറഞ്ഞാൽ ജോലി കിട്ടിയോടുകൂടി ഫുട്ബോൾ കരിയർ നിന്നവരാ അവിടെ ഒരു ലോക്കായ പോലെ അല്ലേ? തീർച്ചയായിട്ടും. ഇതിപ്പോ പറയണോണ്ട് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്കറിയില്ല. എന്നാലും നമുക്ക് തലമുറക്ക് പുതിയൊരു ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞോണ്ട് ഒരു പ്ലെയർ രക്ഷപ്പെടുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ? നമ്മൾ ഇച്ചിരി സാക്രിഫൈസ് ചെയ്താൽ കൂടി ആയാലും മറ്റൊരാൾ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇതുകൊണ്ട് രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമുള്ളൂ. യെസ്, അപ്പം എന്തായാലും നമ്മളേറെ ആഗ്രഹിക്കുന്ന ആ ഒരു ഭാവി വന്നു ചേരാനായിട്ട് പറ്റട്ടെ. സഞ്ജുജിയാണ് നമ്മളോട് കൂടെ ഇന്ന് ഇമ്മിണി ബെല്ലിരാളിലുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബെല്ലിരാളാണ്. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള സഞ്ജുജിയാണ്. സഞ്ജു ചേട്ടാ, ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ചേട്ടന്റെ മനസ്സിൽ ISL എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്തുമാത്രം ചുവടുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ജോലിക്ക് കയറിയ പിന്നെ എനിക്ക്
സ്വപ്നങ്ങൾ കാണാന്ന് മാത്രമേ ഉള്ളൂ, നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഞാൻ ആ സന്തോഷ് വിൻ ചെയ്ത സമയത്ത് തന്നെ നല്ല ഓഫറുകളും കാര്യങ്ങളും വന്നാണ്. ഇപ്പൊ ISL പോലുള്ള ടീമുകളിലും I League പോലുള്ള ടീമുകളിൽ ഇപ്പോഴും വന്നിട്ടുണ്ട്. അതൊക്കെ മെയിൻ ഒരു ഏജിന്റെ ഒരു ഫാക്ടർ മെയിൻ ആണ്. ഇപ്പോഴത്തെ ഒരു ഫുട്ബോളില് ഏജ് ഫാക്ടർ ഫുട്ബോളാണ്. നമുക്ക് ഇനിയിപ്പോ ഈ ഏജിൽ കൂടി ആയാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെ. ഇപ്പൊ ഈ സന്തോഷ് ട്രോഫി കഴിഞ്ഞിട്ടാണെങ്കിൽ കൂടി ആയാലും എനിക്ക് ഓരോ ക്ലബുകളിൽ നിന്ന് ഓഫറുകൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കുമ്പോ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതില് ജോലി കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമുക്ക് ISL കണ്ടിട്ട് അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ചെയ്യണമെന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് കയറിയ പിന്നെ നമുക്ക് ഇതാണ് ഇതിന്റെ അവസ്ഥ എന്ന് മനസ്സിലായ പിന്നെ നമ്മളത് ആഗ്രഹിക്കല്ല. എന്തായാലും ചേട്ടന്റെ ഒരു ആഗ്രഹം സംഭവിക്കട്ടെ എന്ന് നമ്മളൊരു എത്തേണ്ട കാതുകളിലേക്ക് ഇത് എത്തട്ടെ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. പ്രാർത്ഥിക്കാം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും അത് എത്തേണ്ട കാതുകളിലേക്ക് എത്തട്ടെ. അത് ഇത് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ ഒരു സിസ്റ്റം മാറിയാൽ മാത്രമാണ് ഇനി കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിന് ഈ ISL I League പോലത്തെ ഇത് മാച്ചസിലേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹത്തിൽ വന്നിട്ട് ഇങ്ങനെ അവിടെ വന്ന് നിന്ന് പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിലൊരു ശബ്ദമായി മാറിയിരിക്കുകയാണ്. ഞാൻ കണ്ടവര് കുറെ പേരുണ്ട്, ഇത് ആഗ്രഹിക്കുന്നവർ കുറെ പേരുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരാനായിട്ട്. പക്ഷെ അപ്പൊ നമുക്കത് കിട്ടിയിട്ടും പോവാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലേ? അതെ, എത്ര പ്ലേയേഴ്സ് ആഗ്രഹിക്കണതാണെന്നറിയോ? നമുക്കത് കിട്ടിയിട്ടും നമുക്കതിലേക്ക് പോകാൻ പറ്റാന്ന് പറയുമ്പോ തന്നെ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണത്. നമുക്ക് എല്ലാം നോക്കണം. നമ്മുടെ കളി കഴിഞ്ഞിട്ടുള്ള ജീവിതം നോക്കണം, കളിക്ക് മുമ്പുള്ള ജീവിതം നോക്കണം, നമുക്ക് എത്രത്തോളം എത്തിപ്പെടാന്നുള്ള അത് നോക്കണം, എല്ലാം നോക്കണ്ടേ. ഫാമിലി അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഫാമിലി എന്ന് പറയുമ്പോ ഫാമിലിനെ അപേക്ഷിച്ച് ജോലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ കളിച്ച് അച്ചീവ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടിയത്. അല്ലാണ്ട് നമുക്ക് ആരുടെ റെക്കമെൻഡേഷനിലോ ആരും നമ്മളെ ഇതാക്കിയിട്ടല്ല വേണ്ടത്. നമ്മള് അധ്വാനിച്ച് കളിച്ച് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് അവിടെ ട്രയൽസിന് ഇറങ്ങി അതിൽ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അപ്പോ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂടി വെക്കുകയാണെങ്കിൽ ഇനിയും നല്ല നല്ല പ്ലേയേഴ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും കേരളത്തിന്റെ ഇതിൽ നിന്ന്. യെസ്. അപ്പൊ എന്തായാലും ഇത് നമ്മുടെ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജുജി അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്, ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എത്തേണ്ട കാതുകളിലേക്ക് എത്തട്ടെ ഇത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്ലെയേഴ്സ് അവരുടെ മുഖങ്ങൾ ഇങ്ങനെ ഓക്കെ ജോലി ഫാമിലി എന്ന് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവർക്കും കളിക്കാനൊക്കെ ഒരു അവസരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇനി പാട്ടുകളിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം ഇമ്മണി വലിയൊരാളിലൂടെ നമ്മുടെ കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജുജിയുടെ വിശേഷങ്ങൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മണി വലിയൊരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഇത്തവണത്തെ സന്തോഷ് ട്രോഫി റണ്ണറപ്പായ കേരള ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി, ദ ബെസ്റ്റ് ഡിഫൻഡർ. ഹലോ സഞ്ജു ചേട്ടാ. അങ്ങനെ ചേട്ടന്റെ വിശേഷങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും കാണും ഒരു പ്ലെയർ, ഒരു ഐക്കൺ ആയിട്ടുള്ള ഒരു പ്ലെയർ ആസ് എ ബെസ്റ്റ് ഡിഫൻഡർ, അല്ലെങ്കിൽ നമ്മൾ കേരളം ആഘോഷിക്കുന്ന ഒരു ഡിഫൻഡർ എന്ന നിലയിൽ ചേട്ടന്റെ ഒരു ഐക്കൺസ് ആരൊക്കെയാണ് പ്ലെയേഴ്സിൽ? ഇപ്പം ഒരു ഡിഫൻഡർ എന്ന് തന്നെ ആവണമെന്നില്ല, അല്ലാതെയുള്ള ഐക്കൺസ് ആരൊക്കെയാണ് ഈ ഒരു ഫുട്ബോൾ ലോകത്തില്? നമുക്ക് കേരളത്തിൽ തന്നെ ഉള്ളപ്പോ പിന്നെ നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, യെസ്. മെയിനായിട്ട് എടുത്തൊടുകയാണ് ആളുടെ ഇത് എന്താ പറയാ, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആളുടെ മാച്ച് ഗെയിം ആയാലും ക്യാരക്ടർ ബേസ്ഡ് ആയാലും അതൊക്കെ നല്ലൊരു മനുഷ്യനാവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യങ്ങളാണ് അതൊക്കെ. ആളെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോരട്ടെ, പേരുകൾ പോരട്ടെ, കാത്തിരിക്കുകയാണ്. പിന്നെ വേറെ ഇപ്പോ സിദാൻ, മെസ്സി, റൊണാൾഡോ എല്ലാവരും ഞാൻ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അവരെ കുറിച്ച് കമ്പയർ ചെയ്യാൻ പോലുള്ള ക്വാളിറ്റി ഇല്ല നമുക്ക് സത്യം പറഞ്ഞാൽ. ഇപ്പൊ എല്ലാരും മെസ്സി, നെയ്മർ എന്ന് പറഞ്ഞിട്ട് തല്ലുപിടിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അവരുടെ കുറവ് പോലും പറയാനായിട്ടുള്ള യോഗ്യത ഉള്ളവരല്ല ശരിക്കും പറഞ്ഞാൽ. അവരൊക്കെ അത്രത്തോളം ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ക്വാളിറ്റിയും കേപ്പബിലിറ്റിയുള്ള പ്ലേയേഴ്സ് ആണ്.
ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റികളാണ്. നമ്മൾ ആ ക്വാളിറ്റികൾ എന്താന്ന് മനസ്സിലാക്കുക. അവരുടെ ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാ. നമ്മള് അവരുടെ ക്വാളിറ്റിനെക്കാട്ടും കൂടുതൽ അവരുടെ പോരായ്മകൾ എന്താണെന്ന് നോക്കുന്നത്, അതിനു വേണ്ടിട്ട് ചർച്ച ചെയ്യുന്നുള്ളവരാ. പക്ഷെ അവരുടെ ക്വാളിറ്റി വേറെ എത്ര പേർക്ക് ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്റർനാഷണൽ പ്ലേയേഴ്സിന്റെ ഒക്കെ ക്വാളിറ്റികൾ അങ്ങനത്തെ ആ ഒരു ക്വാളിറ്റികളാണ്. അതേപോലെ തന്നെ സുനിൽ ഛേത്രി എന്ന് പറഞ്ഞ പ്ലെയർ ഭയങ്കര ഇപ്പൊ ഈ ഏജിലും ആള് ISL ഗോൾ അടിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു ചേട്ടന്റെ ഒബ്സർവേഷൻ ഒക്കെ എങ്ങനെയാണ്? ഫുട്ബോൾ പറ്റാവുന്ന പോലെ എല്ലാ മാച്ചസും കണ്ട് അവരുടെ ഒരു പ്ലേയിങ് എന്തൊക്കെയാണ് ടെക്നിക്സ് എന്നൊക്കെ ഇരുന്ന് കാണാറുണ്ടോ? ഞാൻ മാച്ച് കാണല് കുറവാ. ഞാൻ അങ്ങനെ മാച്ചുകൾ കാണാറില്ല. നമ്മുടെ മാച്ചുകൾ കാണുമ്പോ നമ്മുടെ മാച്ചുകൾ കൂടി ആയാലും കണ്ടിട്ട് എന്താണോ നമ്മളെ തെറ്റുകൾ കാര്യങ്ങൾ അത് നോക്കും. അല്ലാണ്ട് ഇപ്പോ മറ്റൊരാളെങ്ങനെ കളിക്കണം, മറ്റൊരാള് ചിലപ്പോ നമുക്ക് ആളുടെ ക്വാളിറ്റിയിൽ നമുക്ക് കളിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഗെയിം സ്റ്റൈൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ കളിക്കുമ്പോ നമ്മുടെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുക, അത് റെക്ടിഫൈ ചെയ്യാൻ നോക്കുക. പിന്നെ ആര് പറഞ്ഞു തന്നാലും അത് നമ്മുടെ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മുമ്പോട്ട് പോകാനായിട്ട് നോക്കാം. മാച്ച് കാണല് ഞാൻ കുറവാ പൊതുവെ. നമ്മുടെ തന്നെ മാച്ചസ് നമ്മൾ കണ്ട് എന്താണ് എനിക്ക് പറ്റിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ദ ബെസ്റ്റ് പാർട്ട്, എവിടെയാണ് എനിക്ക് പോയത് എന്നുള്ളത് കണ്ട് നമ്മളത് അടുത്ത തവണ നമ്മളത് ശരിയാക്കാൻ നോക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ സമയവും ഫുട്ബോൾ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കാൽപന്തിനോട് ഏറെ ഇഷ്ടമുള്ള നമ്മുടെ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജു ജി ആണ് ഇന്ന് നമ്മുടെ കൂടെ ഇമ്മിണി ബെല്ലരാളിലുള്ളത്. അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് ശേഷം നമ്മുടെ ഇമ്മിണി ബെല്ലരാളിൽ മറ്റ് വിശേഷങ്ങളും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മിണി ബെല്ലരാൾ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഇമ്മിണി ബെല്ലരാളിൽ നമ്മുടെ കൂടെയുള്ളത് കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജു ജി. ആൻഡ് നമ്മുടെ മാസ്റ്റർ ക്ലാസ് എന്ന സെഗ്മെന്റ്, സ്പെഷ്യൽ സെഗ്മെന്റ് നമ്മൾ ഇവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാണ്. മാസ്റ്റർ ക്ലാസ് അടുത്തത് ആരാണ് എന്നുള്ളത് ഞാൻ നേരെ ഓഡിയോ കേൾപ്പിച്ച് അങ്ങോട്ട് പറയുന്നതായിരിക്കും. ഹായ് സഞ്ജു, ഞാനാണ് വിജയേട്ടനാണ്. IM ആണ്. സഞ്ജു നല്ല കളിയായിരുന്നു. സന്തോഷ് ട്രോഫി നല്ല കളി, ഭാഗ്യമില്ലാണ്ട് തോറ്റാണ് ഒക്കെ അറിയാം. നമുക്ക് കളി ഉണ്ടായിരുന്നു. സഞ്ജു കുറെ കൊല്ലമായിട്ട് സ്റ്റേറ്റ് ടീമിൽ കളിക്കുന്നതല്ലേ. സഞ്ജു എന്തുകൊണ്ട് റിസ്ക് എടുത്തില്ല? നമ്മളൊക്കെ പോലീസിലുള്ളപ്പോ തന്നെയാണ് മോഹൻ ബാൻഡിൽ ഇപ്പോ അതേപോലെ ഇപ്പോ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പോപ്പുലറാണ്, നല്ല പൈസയാണ്. സഞ്ജു നന്നായി എനിക്കറിയാം. സഞ്ജു സ്റ്റോപ്പർ ബാക്കും കളിക്കും, വിങ് ബാക്കും കളിക്കും, ഒക്കെ കളിക്കും. ഇങ്ങനെ ISL ഓഫർ കിട്ടിയപ്പോ എന്താണ് പോവാണ്ടിരുന്നത് സഞ്ജു? അത് പേടിച്ചിട്ടാണോ അതോ ജോലി പോയി കഴിഞ്ഞാൽ കിട്ടില്ല വിചാരിച്ചിട്ടാണോ അതോ ISL കളിക്കാൻ ഇഷ്ടമില്ലാത്തതാണോ? എന്താണ് കാരണം? ഒന്ന് പറഞ്ഞു വിവരിച്ചോളൂ സഞ്ജു കുട്ടാ മോനെ. എത്ര സ്നേഹത്തോടെയാണല്ലേ സംസാരിക്കുന്നത് സഞ്ജു കുട്ടാ. ഞാൻ പോലീസിൽ വന്നതിന് ശേഷം അതിന് മുമ്പും വിജയേണ്ണ കണ്ടിട്ടുണ്ട്, വിജയേണ്ണ ഒപ്പം കളിച്ചിട്ടുണ്ട്, സെവൻസ് കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പോലീസിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് വിജയേട്ടന് കൂടുതലും പരിചയപ്പെടാനും ഇതാക്കാനും പറ്റിയത്. ഇപ്പോ എന്തുകൊണ്ട് ISL ഓഫർ വന്നിട്ട് പോകാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യം ജോലി. എല്ലാരും പറഞ്ഞ് ജോലി കളഞ്ഞു പോകേണ്ടി വരും, അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ISL പോവാത്തതും I-ലീഗിന് പോവാത്തതും. ഞാൻ അതിന് വേണ്ടിട്ട് ലീവിന് വേണ്ടി ട്രൈ ചെയ്യുകയും എല്ലാം ചെയ്യുകയും ചെയ്താണ്. അപ്പോ വിജയേട്ടൻ ചോദിച്ചതിന്റെ ഉത്തരം വേറെ ഒന്നുമില്ല. എനിക്ക് കളിക്കാൻ പോകാൻ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ജോലി പോവും എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാനായിട്ടും ഇതാക്കാനും പറ്റില്ല. അപ്പോ കിട്ടിയ ജോലി നമ്മൾ കളഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഭാഗ്യം കൊണ്ട് നമ്മൾ കളിച്ച് അഡ്വാൻസ് കിട്ടിയൊരു ജോലി അത് കളഞ്ഞിട്ട് ഇതാക്കാന്നുള്ളത്. ഞാൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ISL ആയാലും I-ലീഗ് ആയാലും നമുക്ക് റിസ്ക് ഫാക്ടർ കുറെ ഉണ്ട്. നമ്മളൊരു സേഫ് സോണിൽ നിന്നിട്ട് റിസ്ക് എടുക്കാൻ നോക്കാല്ലേ എല്ലാരും ചെയ്യുള്ളൂ. ഇപ്പോ നമുക്കൊരു പരിക്ക് പറ്റി പോയി കഴിഞ്ഞാൽ കൂടി ആയാലും ഇനി പിന്നെ ജോലി കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം പോസിബിൾ ആണെന്നും ഇതാക്കാന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ദ കേരള വാണ്ട്സ് യു അല്ലേ? സഞ്ജു ജി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറിനെ
ISLലേക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് ടീംസ് ആഗ്രഹമുണ്ട്. അപ്പം അതാണ് ചേട്ടൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല മോനെ സഞ്ജുക്കുട്ട എന്നാണ് ചോദിക്കുന്നത്. റിസ്ക് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫാമിലി പരമായിട്ട് ഞാൻ ഫുട്ബോളിന് ഈ ജോലി കൊണ്ടാണ് ഞാനിപ്പോ ഇത്രത്തോളം എത്തിയത്. അപ്പോ ആ ജോലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഏജ് ഫാക്ടർ ഒരു പ്രശ്നമാണ്. നമുക്ക് ഇനി ഇത് എത്ര നാള് കളിക്കാൻ പറ്റും, എപ്പോ ഇഞ്ചുറി വരും, എപ്പോ ഇതാവും, അതൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ഈ റിസ്ക് എടുത്തൂടെ എന്ന് ചോദിക്കും. കുറെ പേര് പറയും റിസ്ക് എടുക്കുന്നത്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ, വേറെ ആളുണ്ടാവില്ല. അപ്പോ അതുകൊണ്ടാണ് മെയിനായിട്ട് ജോലി നിർത്തി പോവാത്തത്. ഓക്കെ, അപ്പം ഇതാണ് നമുക്കുള്ള മറുപടി അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ, അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ചേട്ടൻ്റെ ഒരു മാച്ചിന് വേണ്ടിയിട്ട് നമ്മുടെ ISLൊക്കെ സഞ്ജുജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആരവം കേൾക്കാനായിട്ട് ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് ഇൻ ഫ്യൂച്ചറിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തായാലും ഇനി കുറച്ച് പാട്ടുകൾക്ക് ശേഷം ഒരു കുറച്ച് ചോദ്യം കൂടി അതെന്തായാലും കേൾക്കാം, ആസ്വദിക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഇമ്മടി ബെല്ലരാൾ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, ദി ബെസ്റ്റ് ഡിഫൻഡർ, എക്സ്പീരിയൻസ്ഡ്, നമ്മുടെ സ്വന്തം കേരള ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ജി. സഞ്ജു ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ സെഗ്മെന്റ്? നമ്മുടെ ബിബി തോമസ് സാറ് വന്നിരുന്നു, അതുപോലെ തന്നെ ജോ പോളഞ്ചേരി വന്നിരുന്നു, ആൻഡ് ലാസ്റ്റ് നമ്മുടെ സ്വന്തം IM വിജയൻ സാറ് വന്നിരുന്നു. ആൻഡ് എന്ത് തോന്നുന്നു, ആ ഒരു സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടോ? തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും അവരുടേതായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി നൽകാനും അതിനൊക്കെ പറ്റിയത് ഭയങ്കര സന്തോഷം. ഓക്കെ, ഇനി എൻ്റെ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ഉണ്ട്. എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ചേട്ടൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഡ്യൂറൻ കപ്പിലായിക്കോട്ടെ, അല്ലെങ്കിൽ സന്തോഷ് ട്രോഫിയിലായിക്കോട്ടെ. 2012 ശേഷം സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ വന്നതിന് ശേഷം ടീം അടിപൊളിയായി എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഈ സഞ്ജു ഗണേശൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിനൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചേട്ടൻ ഒരു ഫുട്ബോൾ പ്ലെയർ എന്ന രീതിയിൽ ഓർത്തിരിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അഭിമാനിക്കുന്ന ഒരു അച്ചീവ്മെൻറ്റ് ഏതാണ്? വേറൊന്നുമില്ല, നമ്മൾ മഞ്ചേരിയിൽ വെച്ചിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്ത വർഷം തന്നെ ആ ഒരു ഫൈനൽ സമയത്ത് നമ്മള് എക്സ്ട്രാ ടൈമിൽ ഗോൾ തിരിച്ചടിക്കുന്നുണ്ട്. ആ തിരിച്ചടിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ആവേശവും ആരവവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിന് ചുറ്റും പൊടി ഇങ്ങനെ പാറായിരുന്നു ആ ഗോൾ വീഴുന്നതോടുകൂടി. ആ ഒരു സമയമൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് സന്തോഷ് ട്രോഫി വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് അതിനും വലിയൊരു ഒന്നും കിട്ടാനില്ല നമുക്ക്, സത്യമായിട്ടും. ഓക്കെ, അടിപൊളി. അതന്നെയാണ് ഏറ്റവും വലിയൊരു. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിച്ചോട്ടെ, ഈ കാൽപന്ത് കളി അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു ലൈഫ്, അല്ലെങ്കിൽ നമ്മളിപ്പം സന്തോഷ് ട്രോഫിയിൽ മത്സരിക്കുന്നു, അതിൽ വിൻ ചെയ്യുന്നു, ഈ ഒരു ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ഹൗ ലോങ് യു ആർ ഹാപ്പി, അതൊന്ന് പറയാമോ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുള്ള, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതില് ബോറടി ഇല്ല. അപ്പോ നമുക്ക് പിന്നെ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ നോക്കാന്നല്ലാണ്ട് അതിന് നമുക്കൊരു ബോറടി തോന്നല്ല. അപ്പൊ അത് എല്ലാ നിമിഷവും ഇപ്പൊ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് പോണ എല്ലാ നിമിഷവും നമുക്കൊരു നല്ല നിമിഷം തന്നെയാണ്. അതിൽ കുറെ എക്സ്പീരിയൻസ് ചെയ്യാം, കുറെ നാടുകൾ കാണാം, അവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ കാണാം, അവിടുത്തെ ആൾക്കാരായിട്ട് പരിചയപ്പെടാം, ഭാഷകൾ ഇതാക്കാം, കുറെ ഗുണങ്ങളുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പോവാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ പോവാ. പിന്നെ എവിടെ ചെന്നാലും നമ്മളൊരു ഫുട്ബോൾ പ്ലെയർ ആന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്റ്റും വാല്യൂം തരുന്നവരുണ്ട്. എവിടെ പോയാലും നമുക്ക് ഇപ്പോ ഈ ഫുട്ബോൾ കൊണ്ട് ഞാനിപ്പോ കേരളത്തിലൊക്കെ എവിടെ പോയാലും നമുക്ക് ഏതൊരു ജില്ലയിലും അറിയാവുന്ന ഒരാളുണ്ടാവും ഫുട്ബോൾ പരമായിട്ടുള്ളത്. അതൊക്കെ തന്നെ ഒരു വലിയൊരു ഭാഗ്യല്ലേ. എവിടെ പോയാലും നമ്മൾ പെടൂല. അടിപൊളി. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിനെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാൽപന്തിനെ ഏറെ ഇഷ്ടപ്പെടുന്ന സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഇനിയും ഞങ്ങളുണ്ട് സഞ്ജു കുട്ട എന്ന് പറയുന്ന നമ്മുടെ പ്രേക്ഷകരോട്, ശ്രോതാക്കളോട് എന്താണ് കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ എന്ന സഞ്ജു ജിക്ക് പറയാനായിട്ടുള്ളത്? കേരള ഫുട്ബോൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോ എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക.
നമുക്ക് ഇനിയും കേരളത്തിൽ നിന്ന് കുറെ ഇന്ത്യൻ പ്ലേയേഴ്സിനെയും എല്ലാരെയും വാർത്തെടുക്കാനും ഇതാക്കാനും വേണം. അപ്പം എല്ലാവരും കേരള ഫുട്ബോളിനെ സ്നേഹിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, എല്ലാ പ്ലേയേഴ്സിനെയും ഉഷാറാക്കാൻ നോക്കുക. ഓക്കെ. ആൻഡ് എന്താ അങ്ങടും ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാണ് കേട്ടോ. എന്താണെങ്കിലും ഞങ്ങളുണ്ട് കൂടെ. അപ്പം മാച്ചസ് കാണട്ടെ. ഇനിയും ഒരുപാട് ജയങ്ങൾ ഇനിയും സഞ്ജുജി എന്ന് പറഞ്ഞിട്ടുള്ള ഫുട്ബോൾ സ്പോർട്സ് മാൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഫാമിലിയോടൊക്കെ ഒരു അന്വേഷണം പറഞ്ഞോളൂ കേട്ടോ, എന്തായാലും അമ്മയോടും വൈഫിനോടും ഒക്കെ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ. ആൻഡ് ഒരു കാര്യം കൂടെ വന്നിട്ട് ഫാമിലിയുടെ പേരും കൂടെ ഒന്ന് പറയാവോ? വൈഫിന്റെ പേര്, അമ്മയുടെ പേര്. അമ്മയുടെ പേര് ഷീബ, ചേട്ടന്റെ പേര് സച്ചിൻ, ഓക്കെ. ചേട്ടന്റെ വൈഫ് നീരദ, ചേച്ചിയുണ്ട്, ചേച്ചിയുടെ പേര് കാർത്തിക, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ പേര് ശ്രീജിത്ത്, ഒരു മോനുണ്ട് ഇഷാൻ, പിന്നെ എന്റെ വൈഫ് ജോഷ്നിയുടെ പപ്പ ജോൺ പീറ്റർ, അമ്മയുടെ പേര് പുഷ്പ, അനിയത്തിയുണ്ട് ജോഷ്ന. സൂപ്പർ. അപ്പൊ എന്തായാലും എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മുടെ വക ഒരു അന്വേഷണം പറയുക. ആൻഡ് അവരോടൊക്കെ സന്തോഷവും സ്നേഹവും അറിയിക്കുക കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം പ്രാക്ടീസിന്റെ സമയം ഉണ്ടായിരുന്നു, അതിനിടയിൽ നമ്മളോട് സംസാരിച്ചു. താങ്ക് യു സോ മച്ച്. വി ആർ സോ ഹാപ്പി. ഓക്കെ, താങ്ക് യു. ടീം അംഗങ്ങളോടൊക്കെ ഞങ്ങളുടെ വക ഒരു കൺഗ്രാറ്റുലേഷൻസ്. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ താങ്ക് യു. ഓക്കെ ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്. ഇമ്മണി വലിയൊരാളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ സഞ്ജുജി. ആൻഡ് നെക്സ്റ്റ് വീക്ക് ആരാണ് ഇതുപോലെ നമ്മളേറെ കാത്തിരിക്കുന്ന സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. സോ ദിസ് ഈസ് RJ Joe signing off from ഇമ്മണി വലിയൊരാൾ. 89.6 FM സർഗക്ഷേത്രം.